ഹലോ ഗായ്സ്, ലൈഫ് വിത്ത് പാണ്ടൻസിന്റെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സ്പെഷ്യൽ വരുന്നത് പാൽക്കപ്പയും മീൻകറി. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് കപ്പ വിട്ടിട്ട് വേറെ പരിപാടിയൊന്നും ഇല്ലെന്ന്. ഞങ്ങൾ കോട്ടയംകാർ അങ്ങനെയാണ്, കപ്പയും ചക്കയൊക്കെ വിട്ടിട്ട് ഞങ്ങൾക്ക് അധികം പരിപാടികളൊന്നും ഇല്ല. അപ്പൊ ഇന്ന് നമ്മുടെ സ്പെഷ്യല് പാൽക്കപ്പയും പച്ചമീനല്ല പച്ചമീൻ. ഇത് നമ്മള് പാൽക്കപ്പയ്ക്ക് കോമ്പിനേഷൻ ആയിട്ട് എടുത്തേക്കുന്നത് തളമീനാണ് കറി വെക്കാനായിട്ട് എടുത്തേക്കുന്നത്. നമ്മ വാങ്ങിച്ചപ്പോൾ പീസായിട്ട് ക്ലീൻ ചെയ്താ വാങ്ങിച്ചേക്കുന്നത്. ഇനി ജസ്റ്റ് നമുക്ക് ഇതൊന്ന് കഴുകി എടുത്താൽ മതി. ഇത് പിന്നെ അത് കുറച്ച് അയിലയും വേളൂരിയും നമ്മൾ വറക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പൊ ഇതാണ് കറി വെക്കുന്നത്. കപ്പ ക്ലീൻ ചെയ്തെടുക്കണം അതിക്ക് മുന്നേ. അപ്പോ ഇത് ക്ലീൻ ആയിട്ട് ഇരിക്കണമായിരുന്നു. ഇതിൽ നമുക്ക് വേറെ പ്രത്യേകിച്ച് പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല, കറി വെച്ചാൽ മാത്രം മതി. അപ്പൊ നമുക്കിത് ഒന്ന് ജസ്റ്റ് ഇച്ചിരി നേരം വെള്ളത്തിൽ ഇട്ടിട്ട് അതാവുമ്പോ നമുക്ക് കപ്പ പൊളിച്ചെടുക്കാം. അമ്മ മീൻകറി വെക്കാനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് പെരക്കി വെക്കുവാണ്. ഇത്ര സാധനം റെഡിയാക്കി: ഇഞ്ചി, വെളുത്തുള്ളി, മുളക്. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞ് പാൽക്കപ്പ വെച്ചൊന്നും പരിചയമില്ല. ആദ്യമായിട്ട് വെക്കാൻ പോണതാണ്. എങ്ങനെയാവുമെന്നൊന്നും അറിഞ്ഞൂടാ. വെച്ച് നോക്കാം. ശരിയായാലും പാളിയായാലും പറയും. നല്ലതാണ്, സൂപ്പറാണെന്ന് അറിയാം. മീൻ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് ഒരു 3-4 തവണ കഴിക്കാൻ മതിയായിരിക്കും. ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുക. അതുകൊണ്ട് പിന്നെ ഈ തള എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടായിരിക്കുമല്ലോ ഇരിക്കുന്നത്. കപ്പ കഴിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഉണ്ണിയുണ്ട്. ഇവർ രണ്ടുപേരും കൂടാണ് കപ്പ പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. പൊളിക്കാൻ പോണത്. കുറച്ച് കപ്പ പൊളിച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ബാക്കി ഇനിയും കപ്പയുണ്ട് പൊളിക്കാനായിട്ട്. ഇങ്ങനെയാണ് ശരിക്കും കാര്യം. എനിക്കറിയില്ലായിരുന്നു. അമ്മ ഇപ്പൊ സ്റ്റൈലായിട്ട് കഴിക്കാനായിട്ട് കഴിയത്തൊന്നുമില്ല. ഇതിനൊന്ന് അല്ല, കപ്പ വാട്ടുമ്പോഴായിരിക്കും ഇത് എൻ്റെ ഓർമ്മയിൽ ഇത് തൊലിയെല്ലാം കളഞ്ഞിട്ടില്ല സാധാരണ ചെയ്യാറ്. അതുകൊണ്ടാണ് പെട്ടിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് മറ്റേ കത്തിക്കാരെ എനിക്ക് ശരിക്കും സമാധാനിക്കത്തില്ല. ചില വെല്ലം പിടിക്കണമെന്ന് ഈ കത്തിക്ക് ഒരു കുഴപ്പമില്ല. ആ ഇലെടുത്താ സിങ്കിലേക്ക് വെച്ചേക്ക്. ഇപ്പം അമ്മ ചടപടയെന്ന് കപ്പ വിട്ടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഗൈസ്. ഉള്ളി പൊളിക്കുമ്പോ കണ്ണി കൂടെ വെള്ളം വരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നറിയോ? ഒരു നനഞ്ഞ പേപ്പർ സൈഡിൽ വെച്ചാൽ മതി. അത്ര. എനിക്ക് വെള്ളം വരാറില്ല. വെള്ളം വരാത്ത ഞാൻ എന്തിന് പേപ്പർ വെക്കണം? കപ്പ ശരിക്കും പറഞ്ഞാല് ഇത് ചെയ്യാത്തപ്പോ ഭയങ്കര സിമ്പിളാണ് ഗൈസ്. ഇങ്ങനെ നോക്കി നിൽക്കാൻ ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾക്ക് സിമ്പിളാണോ കപ്പ പൊളിക്കാൻ? സിമ്പിളാണോ? കപ്പ പൊളിക്കൽ മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അമ്മ 2, ഉണ്ണി 1. ആദ്യം അമ്മ സ്കോർ ചെയ്യുകയാണ് ഗൈസ്. അന്ന് ഉണ്ണി സ്കോർ ചെയ്യുകയാണ് ഗൈസ്. ഉണ്ണി മൊത്തം
ഉണ്ണി മൊത്തം കപ്പ പൊളിച്ച് തീരാറായി. അമ്മ നമ്മ ചെണ്ട കപ്പ വേവിക്കണ മാതിരി അങ്ങോട്ട് വേവിച്ചാ പോരെ, ഉടച്ചെടുക്കാനുള്ളതല്ലേ? അങ്ങനെയാണോ? കൊത്തണ്ട. ഷാൻജിയ ചെയ്തേക്കുന്നത് നമ്മ കപ്പ വേവിക്കണ അത്രയും ചെറുതാക്കിയല്ല, എങ്കിലും ഒരു മീഡിയം ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ കൊത്തി കൊത്തി കണ്ടിക്കണം. അതും കൊത്തി കൊത്തി കണ്ടിക്കലും അമ്മ ചെയ്യും. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഞാൻ തേങ്ങ ചിരവും. അയ്യോ, അപ്പം അതിന് മുന്നേ ഞാൻ പറയാം നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്. ഇതിനെനിക്കറിയത്തില്ല, ഞാൻ വെച്ചിട്ടില്ലല്ലോ. ഞാൻ വെച്ചിട്ടില്ല. ഇതിന് നമ്മുടെ ഷാൻജിയോ ചേട്ടൻ പറഞ്ഞത് വെളുത്തുള്ളി, പിന്നെ ഉള്ളി, പച്ചമുളക്, പിന്നെ തേങ്ങാപ്പാല്, കപ്പ, ഇത്രയും സാധനം മതി നമുക്ക്. അത് വെച്ചിട്ട് നമുക്ക് പാൽക്കപ്പ ഉണ്ടാക്കാം. എന്ത് ചെളിയല്ലേ അതന്നെ. കപ്പ മണ്ണിന്റെ അടിയിൽ ഉണ്ടാകുന്ന, മണ്ണിന്റെ പുറത്ത് തന്നെ ഉണ്ടാവാത്ത. നീ ഒരു ഗവേഷണത്തിനെ കുറിച്ച് അമ്മേമ്പാ നമുക്ക് ഒരുമിച്ച് നടത്താം. പപ്പ ഇവിടെ പണ്ടൊക്കെ ഒത്തിരി കപ്പ ഉണ്ടായിരുന്നേ. ഈ തവണ ഞങ്ങൾ കപ്പയൊന്നും ഇട്ടില്ലായിരുന്നു. കപ്പ എന്നെ ഇടാൻ നമ്മ പപ്പയ്ക്ക് അപ്പടി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കപ്പ ഇടാൻ പറ്റില്ല. വേണോടി? അത്ര ഏതൊക്കെ മരുമക്കൾക്ക് അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അമ്മായി അമ്മനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ കമന്റ് ബില്ലോ. അമ്മ ഇങ്ങനെ മിണ്ടാതെ നിൽക്കാൻ കെട്ടിയവനെ കൊണ്ടും പണിയെടുപ്പിക്കാം. എന്നിട്ട് നമ്മ ഇങ്ങനെ ക്യാമറയും പിടിച്ചിങ്ങനെ നിൽക്കണം. എന്ത് സുഖം കുനുകുന കപ്പക. എന്നിട്ടിത് കടുക് വറ. നമുക്ക് പപ്പനോട് ചോദിക്കാം എത്ര ടൈപ്പ് കപ്പയുണ്ടെന്ന്. പപ്പ അവിടെ തിരക്കിലാണ്. ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ വരെയല്ലേ. അപ്പോൾ ഇലക്ഷനില് ലിസ്റ്റില് പുതിയ ആരാണ് വോട്ടർമാരെ ചേർക്കാനായിട്ട് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. തിരക്കിലാണ്. കേട്ട അവിടെ സംസാരിക്കണം. കറി മീൻ വെച്ചില്ല. ഇത് മീൻ വെച്ചില്ല, അതും അമ്മ വെക്കും ഗൈസ്. ഇല്ല അത് നീ വെക്കടിന്ന്. അത് ഉണ്ണി വെക്കും ഗൈസ്. ഉണ്ണി വെക്കും. ഉണ്ണി മീൻ കറി ഞാൻ അപ്പുറത്ത് നിൽക്കാം. ഇവിടെ ലൈറ്റിന്റെ വെട്ടം. അതെ, ഒരെണ്ണം ഉണ്ണി. അമ്മ മീൻകറി വെച്ച് ഞാൻ അറിയത്തില്ല. ഇതാണ് പിന്നെ കൊത്തിങ്ങ അരിച്ചിട്ടാൻ മതിയല്ലോ. അപ്പൊ അത് ചെയ്യൂല. അതിന് അമ്മ എങ്ങനെ ചെയ്തു? അമ്മ ചെയ്യും. ഇത് കണ്ട് ആരും അവലോട്ടൊന്നും അയക്കുമെന്നുണ്ട്. പപ്പ എത്ര ടൈപ്പ് കപ്പയുണ്ട്? കപ്പ ആദ്യം കഴിക്കും. കഴുകുന്നതല്ലേ? ചുരുളിക്കപ്പ, ഏത്തക്കപ്പ, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. അത്ര പപ്പനേക്കാളും ഇതൊക്കെ അറിയാവുന്നത് കുഞ്ഞമ്മക്കാണ്. കുഞ്ഞമ്മ പറയും പപ്പനാണ്. കുഞ്ഞമ്മനൊക്കെ പറഞ്ഞ ചെറിയ കുഞ്ഞമ്മ ഞങ്ങളുടെ പപ്പയുടെ അമ്മ. വെക്കടി. ഏതാണമ്മ? എന്നാ മീൻകറി ഞാൻ വെക്കാം. മീ കൊച്ചാപ്പ അങ്ങനെയാണ് പറയണത്. മീ കൊച്ചാപ്പിക്ക് എല്ലാത്തിനും ഒരെണ്ണം കൂടുതലാണ്. ഇപ്പൊ ഞങ്ങൾ ഇത് എടുക്കാൻ തന്നെ കാരണം കൊച്ചാപ്പിയാണ്. ബിക്കോസ് കൊച്ചാപ്പി ഇവിടെ ഇല്ല.
ഉണ്ണയുടെ ഫേസ്, ഉണ്ണയുടെ കണ്ണ, ഉണ്ണയുടെ താട്, ഉണ്ണയുടെ ബോർഡ്, ഉണ്ണയുടെ കപ്പ, മൊത്തത്തിൽ ഉണ്ണി. അപ്പുറത്തെ സൈഡില് ചോറ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ചട്ടി വെച്ചിട്ടുണ്ട് നമ്മള്. എന്തിനാ? ഇതിന് മീൻകറിക്ക് തളമീൻ വെള്ളം ഒഴിച്ച് പറ്റണം. മീൻകറി വെക്കുന്ന കാണിക്കുന്ന ആൾക്കാർക്ക് എല്ലാവരും അറിയാവുന്ന സാധനമാണ്. മീൻകറി ശരവടാന്ന് വെക്കും ഞങ്ങൾ. എങ്കിലും നമ്മ മീൻകറി വെക്കണ എങ്ങനെയാണെന്ന് അവർക്കറിയത്തില്ലല്ലോ. പ്രത്യേകം ഞാൻ എടുത്ത അപ്പൊ മീൻകറിക്ക് നമ്മള് ഉള്ളി, പിന്നെ ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രണ്ട് എടുത്തേക്കുന്നേ. അതിന് ഞാൻ അളവുകളൊന്നും പറയുന്നില്ല. മീൻകറി നിങ്ങൾക്ക് അറിയാലോ എന്ന് പറഞ്ഞാല് എല്ലാവർക്കറിയാം. വെള്ളമുണ്ട് പച്ചണം. ഇന്നത്തെ സ്പെഷ്യൽ കപ്പ, ഉലുവ. ഞങ്ങളുടെ എറണാകുളത്തൊന്നും മീനില് ഉലുവ, വെളുത്തുള്ളി, അതായത് എറണാകുളത്ത് പറവൂര് ഞങ്ങളുടെ വീട്ടില് അങ്ങനെ ഇടാറില്ല. അവിടെ അധികം ഞാൻ അങ്ങനെ ഇട്ട് കണ്ടിട്ടില്ലേ. പക്ഷെ ഇവിടെ നമ്മള് കടുകും ഉലുവയൊക്കെ പൊട്ടിച്ചിട്ടാണ് മീൻകറി വെക്കുന്നത്. കടുക് പൊട്ടിക്കാതെ ഉലുവയൊക്കെ ഇടാതെ മീൻകറി വെക്കുന്ന ആരൊക്കെ ഉണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ. ഇടുന്നവര് കമന്റ് ചെയ്യണം. നാല് വന്ന പ്രശ്നമാണ്. വേണ്ട, ഇങ്ങനെ ഉടയ്ക്കുമ്പോ അല്ലെങ്കിൽ ആഗ്രഹമുണ്ട്. അതാ പറഞ്ഞ ഞാൻ ചെയ്യാമെന്ന്. ഞാൻ വീഡിയോയിൽ വരണ്ടേ പിന്നെ. അതിനാണ് അല്ലെങ്കിൽ ചെയ്യാൻ പറഞ്ഞ ചെയ്യാറില്ല. അങ്ങോട്ട് തന്നെ എണ്ണ ഒഴിച്ചു. ഇനി എണ്ണ ഒഴിച്ചത് ചൂടായി. എണ്ണ ചൂടായി ഉണ്ടാ കടുകിടുന്നു. കടുക് പൊട്ടിച്ച കൈ കുഞ്ഞിച്ചില്ല. കടുക് പൊട്ടട്ടെ. അയ്യോ കയ്യിലെടുത്തില്ല. കയ്യോ കളി മതിയോ? കടുക് പൊട്ടി വരുന്നുണ്ട്. ഉലുവ കടുവറ 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 ഉള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി. പക്ഷെ ഈ ഉലുവ ഇടുമ്പിടമാണ് അല്ല അങ്ങനെ ഒരു ഇതുണ്ട്. ഇത് വാടി വരുമ്പോ ഒരു പ്രത്യേകമാണ്. മുളക് പൊടി, ഒരു നുള്ളു കുരുമുളക് പൊടി, ചെറിയ മഞ്ഞൾപ്പൊടി. ഇത് ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കണ മഞ്ഞൾപ്പൊടിയല്ലേ. ഞങ്ങൾക്ക് ഇവിടെ മഞ്ഞളുണ്ട്. അപ്പം ഞങ്ങളത് ഉണക്കി പൊടിച്ച് എടുക്കുന്ന മഞ്ഞൾപ്പൊടിയാണ്. ചിലവര് ഈ എല്ലാ മീൻകറിയില് മറ്റെന്നാ എല്ലാ പുളിയാണെന്നാ
വാളംപുളി ചേർക്കും. ഞങ്ങളുടെയൊക്കെ അവിടെ ചാണാപ്പുളി എന്ന് പറയും. ഇവിടെ വന്നിട്ട് വാളംപുളി എന്നൊക്കെ പറയാം. അപ്പൊ അങ്ങനെയാണ് പറയുന്നത്. അത് ഒഴിക്കും ചിലര്. ഇനി നമുക്കപ്പോ ഈ മസാല ഇതിലേക്ക് മൂക്കാനായിട്ട് ഇടാം. എന്നിട്ട് ഇത് നമുക്ക് മണമല്ലുണ്ണി മതി. നമുക്ക് ഒഴിക്കാം. പുളി ഇതങ്ങോട്ട് ഒഴിച്ചോട്ടെ. ഉപ്പ് ഇട്ടിട്ട് ഉപ്പിട്ടിട്ടില്ല. അതൊഴിച്ചിട്ട് ഉപ്പിട്ട് പുളിയിട്ട് ഇനി ഒരിച്ചിരി കൂടെ വെള്ളം ഒഴിക്കാം നമുക്ക്. ഞാൻ പുളി ഒഴിച്ചിട്ട് അങ്ങോട്ട് വെള്ളം ഒഴിക്കലാന്ന് വിചാരിച്ചത്. പിന്നെ മീനിന് വെള്ളം ഇറങ്ങുമല്ലോ. നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ തിളച്ചിട്ട് ഇനി നമ്മള് മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ടാൽ മതി. ഈ വെള്ളം തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് മൂടി വയ്ക്കാം. വെള്ളം തിളയ്ക്കാൻ. വെള്ളമല്ല, ചാറ്. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. കപ്പ വേവിക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നേ. വെള്ളം തിളച്ച് വരുന്നുണ്ട്. നമുക്ക് കപ്പ അതിലേക്ക് ഇടാം. ഇങ്ങനെ വെള്ളം തിളച്ച് തിളക്കുന്നൊക്കെ ഇങ്ങനെ ഇട്ടാലും വേണ്ടല്ലേ. കുടഞ്ഞിട്. ഇവിടെ ഞാൻ ഇടാം. ഉപ്പ് തിളയ്ക്കുമ്പോ ഇട്ടാ പോരെ അമ്മ. ഉണ്ണിയിടാന്ന് പറഞ്ഞു. ഉണ്ണി എങ്ങനെ വെച്ചത്? അതെ, മറ്റേ ഇങ്ങനെ വാവട്ടം കൂടിയ പാത്രമായിട്ടാണ് ഇങ്ങനെ തെറിക്കുന്നത്. കലാകുമ്പോ വലിയ കുഴപ്പമില്ല. അമ്മ തീർക്കിട്ടാണ്. എന്തിരാ എന്തിരാ എന്തിര എന്തിര അത് കിട്ടാണ്. കയ്യൊക്കെ പൊള്ളി കഴിഞ്ഞാല് ഇങ്ങനെ തൂത്തൊക്കെ പോണം. അമ്മ അവിടെ ഇരിക്കുന്ന അടപ്പല്ല. ഉപ്പിട്ടില്ല. ഉപ്പ് തിളക്കും ഇട്ടാ മതി. അടച്ച് നമ്മ വെച്ച് അപ്പതേ കപ്പയാവട്ടെ. രണ്ടെണ്ണം എനിക്ക് മുറിക്കാത്ത 2 മീനുകൾ എനിക്ക് മുറിച്ച മീനൊക്കെ നമുക്കിത് ഉപ്പും മുളകൊക്കെ പെരട്ടി വെക്കാം കപ്പയാവുമ്പോഴേക്കും. അപ്പൊ കപ്പയാവുമ്പോൾ നമുക്ക് ഇത് പൊരിച്ചു കൊടുക്കാം. വേളൂരി പകുതി എടുക്കുന്നുള്ളൂ, ബാക്കി നാളെ എടുക്കാം. അതിൽ മൊത്തം എടുക്കുന്നുണ്ട്. ഫ്ലേവർ ഇഷ്ടമാണ്. ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ചേർക്കുന്നില്ല. എനിക്ക് അതിന്റെ ഫ്ലേവർ ഇഷ്ടമില്ല വറുത്ത മീൻ. എനിക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർക്കുമ്പോൾ എനിക്ക് തോന്നുവേ മീനിന്റെ ടേസ്റ്റിനേക്കാളും അതിന്റെ ടേസ്റ്റാണ് കൂടുതൽ നിൽക്കുന്നത്. അത് പറയും. എനിക്കിഷ്ടമില്ല. ഓ, ഫോണപ്പം അതിലെ പോയേനെ ജനലിനകത്തൂടെ. അതവിടെ ഇരിപ്പിരിപ്പുണ്ട്. കുടംപുളിയിട്ട് വെച്ച നല്ല തളക്കറിയുണ്ട്. ഞാനൊരു ഗായിക എന്നിലെ ഗായികയെ തല്ലിക്കെടുത്തിയത് അജിതമ്മയാണ്. അല്ല, ഉണ്ണിയ. പിന്നെ സത്യം പറഞ്ഞ ഒരു പാട്ട് പാടിയാണ്. വാനമ്പാടി, വായാടി, വാവുളി. അത് തന്നെ, വാവുളി.
കട്ടി ക്യാമറ ഓഫ് ചെയ്ത് എനിക്ക് ചെറുത് പറയാനുണ്ട്. ഉണ്ണി ഈ അയ്യ മോഹിച്ചുണ്ണി ഇരിക്കണ്ട. എനിക്ക് വേണ്ട. ഷാൻജിയോ ചേട്ടൻ പറഞ്ഞത് കപ്പ വേവാൻ 6 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ, പിന്നെ കപ്പയുടെ വേവനുസരിച്ചിരിക്കുന്നു. പക്ഷെ ഞങ്ങൾ അരമണിക്കൂറായാലോ സാക്കണ്ടല്ലോ. അപ്പൊ ദേഹാകുമ്പോ ഇതാണ് ഗൈസ് എണ്ണ തെളിയുക എന്ന് പറഞ്ഞത്. ഇതാണ്. അപ്പൊ എണ്ണ തെളിയാത്തെന്ന് പറഞ്ഞത് നമ്മുടെ സ്വാദിഷ്ടമായ മീൻകറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഫൈനൽ സ്റ്റേജ് ആണത്. അതിൽ ഉലുവാപ്പൊടി ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കറക്കി എടുക്കണം. കറക്കാൻ അറിയാത്തവർക്ക് കൈ ഇളക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇളക്കിയെടുക്കാം. കറക്കി വന്നു അമ്മക്ക് ഞാൻ പറ്റത് എന്തിനാ എന്തിനാ അമ്മ കറക്കി. നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായി. ഇനി കപ്പയും കൂടി റെഡിയായി. അയിലയും കൂടെ പൊരിച്ച് നമുക്ക് ചോറുണ്ടാവും. കപ്പ തിന്നാം. ഇതുണ്ടല്ല വേഗം ഈ സാധനങ്ങളില്, അതായത് മീനിലെ എരിവും പുളിയല്ലല്ലോ, ഉപ്പും എരിവൊക്കെ പിടിക്കാനായിട്ട് നമ്മ ഫ്രിഡ്ജിലേക്ക് എടുത്ത് ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. വേഗം ഇതില് മസാല പിടിക്കുമെന്നാണ് പറയണത്. അപ്പൊ വെക്കാല്ലേ. പിന്നെ ഇപ്പൊ നമ്മ മീൻകറിയൊക്കെ വെക്കത്തില്ലേ, അപ്പൊ ഇങ്ങനെ അതിന്റെ മുളകൊക്കെ ഇങ്ങനെ വഴറ്റുമ്പോ കുത്തല് കാര്യങ്ങളൊക്കെ ഇല്ലേ, പിന്നെ മീൻ വറുക്കുമ്പോ ഉള്ളൊരു കുത്തലൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനായിട്ട് നമുക്ക് മെഴുകുതിരി കത്തിച്ച് വെച്ചാൽ മതി അത്ര. അപ്പോ കുത്തലും കാര്യങ്ങളൊന്നും വരത്തില്ല. അപ്പൊ നമുക്ക് കപ്പ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് പാൽക്കപ്പൊക്കെ ആവശ്യം എന്താണ്? തേങ്ങാപ്പാന്ന് പറയാനോ? അപ്പൊ കപ്പല്ല, തേങ്ങ നമുക്ക് മിക്സിയിലിട്ട് അടിച്ച് ഇതിന്റെ പാലെടുക്കുക. ഇതിൽ 1-ാം പാല് 2-ാം പാല് അങ്ങനെ ഒന്നും വേണ്ട. ഒരു പാല്, 1 കപ്പ് പാല്, അതാണ്. മീൻ വറുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം അയില വറുക്കാം. എന്നിട്ട് നമ്മുടെ കപ്പ വെന്തായിരുന്നു. ഇതേ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ് ഈ പാകമായിട്ടുണ്ടായിരുന്നു. ഇതേ നമുക്കത് നന്നായിട്ട് അങ്ങോട്ട് ഉടച്ചെടുക്കണം. നന്നായിട്ട് ഉടയണേ. ഇനി ഇരിക്കുകയാണ് മീൻ വറുക്കാനായിട്ട്. അതിൽ ആവുന്നേ ഉള്ളൂ. അത് നമുക്ക് അവിടെ ഇങ്ങനെ കുത്തിച്ചേർക്കുമ്പോഴേക്കും ഇതൊക്കെ നമുക്ക് കല്ലേ ഉണ്ണി കപ്പ പായസം ഇവിടെ റെഡിയാക്കിയിരിക്കുന്നു. അതെ അതെ, നമുക്ക് ഇതിലേക്ക് ഇടണം. ഇതും കൂടി ഇടണം. മതിയാ. ഇനിയിപ്പോ തേങ്ങാപ്പാൽ കല്ല് കഴുകിയെടുക്കാം. എന്നാ വെച്ചാൽ ഇതിൽ വെള്ളം ചേർക്കൂല കൈ. അതാണ് ഞാൻ തേങ്ങാപ്പാൽ തന്നെ വെച്ച് കഴിക്കുന്നത്.
ഒരു തുള്ളി ഉള്ളിയും പച്ചമുളകും അമൂല്യം. അതാ കൈ കൊണ്ട് കടയ്ക്കാൻ വെച്ചാൽ പോയി. അമ്മൂല്യം ഉണ്ട്. ആ കയ്യരിഞ്ഞാല പിന്നെ നമ്മളെ ഒരു തകല തേങ്ങാപ്പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാത്രം ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. മോനോ ഇപ്പം തരാണ്. ഞാൻ എടുക്കണം. കൈ വേന എടുക്കുന്നുണ്ടോ? അതുകൊണ്ട് ഇളക്കാൻ പറ്റില്ല എനിക്ക്. അമ്മു പി പ്രസാദ്, ഉണ്ണി പി പ്രസാദ്, ഹാജർ പറ. ഇനി ഇതിനകത്തോട്ടാണോ കടുക് പൊട്ടിച്ചിരുന്നേ? ഇല്ലടി, ഇത് നമ്മ ഇതിലിട്ട് കുറുക്കും. കൊച്ചപ്പു പി പ്രസാദ് എടുക്ക. എടാ അതിനെ അടുപ്പയിലേക്ക് വെച്ചിട്ട് മിക്സ് ചെയ്താലും മതി. ഒന്ന് എല്ലായിടത്തും ഒന്ന് എത്തിയിട്ടാണ് പിന്നെ ഇത് ഏറെക്കുറെ ഇളക്കി ഒപ്പിച്ചിട്ടുണ്ട്. അടുപ്പയിലേക്ക് വെക്കാം. മീഡിയം ടു മീഡിയം ഫ്ലെയിം കുറുക്കിയിടണം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണേ, അടി പിടിക്കരുത്. എന്നെ പറ്റി ഇങ്ങനെ പുകഴ്ത്ത്. എനിക്കിങ്ങനെ ഒരു നാത്തൂനുള്ളത് കൊണ്ട് എനിക്കിങ്ങനെ വെറൈറ്റി ഫുഡ്സൊക്കെ തിന്നാൻ പറ്റുന്നുണ്ട്. പറയാൻ വാക്കുകളില്ലാതെ അമ്മു വാ പൊളിച്ചു നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. എനിക്കിങ്ങനെ ഒരു നാത്തൂനുള്ളതുകൊണ്ട് പാട്ട് പാടാം പറഞ്ഞാൽ. അതെ, ഞാൻ പറയുന്നതെല്ലാം എനിക്ക് ഉണ്ടാക്കി തരും അല്ലേ? അതെ, വഴക്കുണ്ടാക്കും, കുശുമ്പ് പറയും. ഉണ്ടാതിക്കാണ്. ഞാൻ ഇതാണ് പറഞ്ഞു പഠിപ്പിച്ചത്. ഇതാണ് നമ്മുടെ വേറൊരു അതിഥി, പാൽക്കപ്പ തിന്നാനായിട്ട് എനിക്കൊന്ന് വേറൊരു മറ്റൊരു വിശിഷ്ട അതിഥി TV കാണാണ്. അതെ, ടെഡി ബിയർ ചാലിക്കുന്നത് അതുപോലെയുള്ളത്. ഞങ്ങൾ വേറെ അതിഥി കൊച്ചപ്പൂപ്പി പ്രസാദ്. അമ്മ യൂട്യൂബിൽ കാണിക്കാൻ നല്ല പാത്രങ്ങളായിട്ട് വന്നിട്ടുണ്ട്. പാൽക്കപ്പ ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നും തൊട്ട് നാക്കത്ത് ചോദിക്കണേ, എന്ത് ടേസ്റ്റാണ്. കപ്പയും കാന്താരിയും കൂടെ നമുക്ക് ഇത് താളിക്കാം. എന്ത് താളിക്കണം? കപ്പയിൽ താളിക്കാനായിട്ട് എണ്ണ, പാൽക്കപ്പ റെഡി. നമ്മുടെ ഉള്ളി ഇത് മൂത്തിട്ടുണ്ട്. നമുക്കത് കപ്പയിലേക്ക് തട്ടാം. ഏതുകൊണ്ട് കിടക്കുന്നത് ഇനിയിപ്പോ നിങ്ങളെല്ലാവരും അനുമോദിക്കണം. കൊച്ചപ്പൂ കള്ളൻ കള്ളൻ കള്ളം പാക്കരേ. ആയല്ലോ മീൻ.
പാത്രം തൊട്ടങ്ങ് വെച്ച് നമുക്കിത്തിരി പാൽക്കപ്പയും മീനും കൂടെ ഇച്ചിരി കഴിച്ചു നോക്കാം ഇങ്ങനെ ഉണ്ടെന്ന്. ഞാൻ കഴിക്കൂല എന്താന്ന് വെച്ചാൽ ഞാൻ പാൽക്കപ്പ കഴിക്കും, പക്ഷെ മീൻകറി എനിക്ക് ഇഷ്ടമില്ല. ഉണ്ണി വാ. അത് പാൽക്കപ്പ തന്നെ തിന്നാം. എന്നിട്ട് എങ്ങനെയുണ്ട് ഉണ്ണി? നൈസ്. നമ്മൂന് കൊടുക്കും. ചത്തുപോയി ഞാൻ. ചൂടായിരിക്കും. ചെറിയല്ല. എങ്ങനെയുണ്ടടി? തിന്നട്ടെ. ഒന്നും നോക്കാൻ പറ്റില്ല. സൂപ്പറാണോ? കൊച്ചാപ്പൂന് ഇച്ചിരി വായ വെച്ച് കൊടുത്തുണ്ണി. എങ്ങനെയുണ്ട് കൊച്ചാപ്പി? എങ്ങനെയുണ്ട്? പൊടിയെന്ന് ആ തിന്നു പോലും ഇല്ല. എങ്ങനെയുണ്ടോ? ഫസ്റ്റ് സ്വന്തമായിട്ട് പറ. അല്ല ഞാൻ അങ്ങോട്ടേ ഇല്ലോ പാൽക്കപ്പ ഇങ്ങോട്ട്. കണ്ടില്ല. പഞ്ചാര പറഞ്ഞിട്ടെന്ന് പറയാം. സൂപ്പർ, അടിപൊളി. ഞങ്ങൾ പോയി ഇനി ഫുഡൊക്കെ കഴിക്കട്ടെ. ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ.